പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന ലോകം മുഴുവനുള്ള മക്കൾ ഈ സമയത്ത് കർത്താവേ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണിച്ചേ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ, അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ, അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ, അവരുടെ വാഹനങ്ങളിൽ പോകാൻ. ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും
കേട്ടിട്ടുള്ള വാക്കാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അത് 1-2 ഇപ്പം ലൂക്കായുടെ സുവിശേഷത്തില്ലേ, 1:37, പിന്നെ മത്തായിയുടെ സുവിശേഷം മത്തായി 19:26. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ മനുഷ്യർക്ക് ചില കാര്യങ്ങൾ ദുഷ്കരമാണെന്ന് ദൈവം തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ദൈവത്തിനനുസരിച്ച് നിൽക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മൾ ദൈവത്തിനെല്ലാം അസാധ്യമാണെന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഇന്ന് എല്ലാം സാധ്യമാണ്. കർത്താവ് മരിക്കണതിന് മുമ്പ് ഗെത്സെമനിയിലെ ചോര വീർത്തുള്ള പ്രാർത്ഥനയില്ലേ, അപ്പോഴും ഈശോ പറയേണ്ടത് ഇതാണ്, പിതാവേ അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. മാർക്കോസ് 14:36. അവൻ പറഞ്ഞു ആബാ പിതാവേ എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. പക്ഷെ എല്ലാം സാധ്യമാകുമ്പോഴും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ നീതിബോധം എല്ലാം ലളിതമാക്കണില്ല. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ദൈവത്തിന് എല്ലാം സാധ്യമാണ്, പക്ഷെ എല്ലാം സിമ്പിളല്ല. അതിൻ്റെ കാരണം എന്താ? ഇപ്പം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യരുടെ പാപങ്ങൾ ഈശോ ഈ ഭൂമി വന്നപ്പോൾ എന്താ പറയണത്? മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞു. പാപം മോചിച്ച് സിമ്പിളായിട്ട് പാപം മോചിച്ചു, അത്രേ ഉള്ളൂ. അപ്പം മനുഷ്യരാശിയുടെ പാപങ്ങളെ ദൈവത്തിന് സിമ്പിളായിട്ട് മോചിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ നീതിബോധം ഈ എല്ലാം സാധ്യമായ ദൈവത്തിന് എല്ലാം സിമ്പിളാകുന്നില്ല. ദൈവം അത് സിമ്പിളാക്കാത്തതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അത് ദൈവത്തിൻ്റെ നീതിബോധമാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് യേശു ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യ ശരീരത്തിൽ പാപത്തെ ശിക്ഷ വിധിച്ച് റെക്ടിഫൈ ചെയ്യുന്ന ആ വീണ്ടെടുപ്പില്ലേ, അത് ഭയങ്കര സങ്കീർണമല്ലേ. എന്നാൽ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞ് സിമ്പിളാക്കിയാൽ മതിയായിരുന്നല്ലേ. സിമ്പിളല്ല. എല്ലാം സാധ്യമാണ്, എല്ലാം സിമ്പിളല്ല. ഞാൻ എന്താ ഇപ്പോൾ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ട സിമ്പിളാക്കാവേ, പക്ഷെ ദൈവം സിമ്പിളാക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ നീതിബോധമാണ്. അതുപോലെ തന്നെയാണ് ദൈവം നമ്മളുടെയൊക്കെ എന്നും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി അവരുടെ നട്ടലിങ്ങനെ വളഞ്ഞിരിക്കരുത്. ഒരു 2 പ്രാവശ്യം മെഡിക്കലിൽ അവർ റിജക്റ്റഡായി. 3ാമത്തെ പ്രാവശ്യം അവൾ മെഡിക്കലിൽ വന്ന് എന്താ വെച്ചാൽ ഈശോയോട് പറയും, ഈശോ എൻ്റെ നട്ടൽ വളഞ്ഞതാണെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. അപ്പോൾ ചിലപ്പോൾ ഈ സമയത്ത് ഞാൻ മെഡിക്കൽ റിജക്റ്റ് ആകും. പക്ഷേ എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട്, ഞാൻ റിജക്റ്റ് ആയാലും ശരി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ വേറെ മാർഗങ്ങളുമില്ല. പക്ഷെ ഞാൻ റിജക്റ്റ് ആയാലും ശരി, എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കളങ്കവും ഉണ്ടാകത്തില്ലെന്ന് പറയും. അപ്പോഴെന്താ, ആ ഒറ്റ സംഭവം വളഞ്ഞുപോയ നട്ടല് ആ ഒറ്റ ടെസ്റ്റിൽ നേരെയായി. ഇപ്പം സിമ്പിളാണ് ദൈവത്തിന്. പക്ഷേ എന്താ പ്രശ്നം? അതിനകത്ത് അവൾ എന്താ പറഞ്ഞിരിക്കണത്? അവൾ അതിൻ്റെ അകത്ത് ആ പ്രെയറിൻ്റെ അകത്ത് ഒരു സത്യസന്ധത സാധാരണ ആൾക്കാർക്ക് കിട്ടാത്തൊരു സാധനമാണ്. അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരും, പ്രാർത്ഥന കുറയും, വചന വായന കുറയും, ദൈവത്തോട് ബന്ധപ്പെട്ട ആത്മീയമായ എല്ലാ വിഷയങ്ങളും കുറയും. അപ്പം ഇവളത് നേരത്തെ മുൻകൂർ ജ്ഞാനവരം ഉള്ളത് കൊണ്ട് അവൾ മനസ്സിലാക്കി, കർത്താവേ എനിക്കതിന് കുഴപ്പമുണ്ടെങ്കിലും അത് എൻ്റെ കുഴപ്പം മാത്രമായിരിക്കും, അത് ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല, പക്ഷെ എനിക്ക് നിങ്ങളുടെ സ്നേഹത്തിന് ഒരു കുറവ് സംഭവിക്കത്തില്ല. ഉടമ്പടി ഇപ്പോൾ വളർന്ന് മനുഷ്യരെ ശരിക്കും വളർന്ന വലിയ ആൾക്കാരെ ഉടമ്പടിയിലൂടെ ഇപ്പോൾ ഉടമ്പടി നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. ഈടിട്ട ദൈവിക
മനുഷ്യരെ ഉടമ്പടി ലോകത്തിന് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയൊരു ആധ്യാത്മികമായ മുന്നേറ്റ കാലത്താണ് നീ ജീവിക്കണമെന്ന് ഓർക്കണം. ദൈവതിരുസന്നിധിയിൽ എല്ലാം സാധ്യമാണ് എന്ന ഒന്നും ലളിതമാക്കാത്ത ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മാക്സിമമായിട്ട് ദൈവതിരുസന്നിധി ചെയ്യാൻ പറ്റുന്നത് വിശ്വാസത്തിൻ്റെ വിലയായിട്ട് ചെയ്ത് ശരിക്കും ദൈവമായിട്ട് വിഷയത്തെക്കാൾ വ്യക്തിക്കുള്ള ഉണ്ടാകുന്നൊരു ബന്ധത്തിൻ്റെ രീതിയിലേക്ക് വരാൻ ശ്രമിച്ചാൽ നമുക്ക് ദൈവ തിരുസന്നിധിയിലെ ഈസി ആയിട്ടുള്ള ഒരു റിലേഷനും കൊടുക്ക വാങ്ങലുകളും ട്രാൻസാക്ഷനും പിന്നെ സ്മൂത്ത് ആൻഡ് ഈസി റിലേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ വെയിറ്റേജുള്ള പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ദൈവത്തിന് ഒരു അസസ്മെൻ്റ് വരുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ കഴിയണം. എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പ്രാർത്ഥന ലളിതമായിരിക്കും. അതുപോലെ ആധ്യാത്മിക ജീവിതവും ലളിതമായിരിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 30ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആശ്ചര്യമുള്ളൊരു ദിവസമായിരിക്കും. നവംബർ മാസം 21-ാം തീയതി അഭിമന്യ ആലപ്പുഴ രൂപത അധ്യക്ഷൻ എന്നെ കോൺസെക്രേറ്റഡ് വെർജിൻ എന്ന പദവിയിലേക്ക് പ്രതിഷ്ഠാപന പ്രാർത്ഥന നടത്തി. രൂപതയുടെ ചരിത്രത്തിൽ ഒരു സംഭവമായി മാറുകയാണ് ഇന്ന് സമ്പൂർണ്ണ കന്യാത്വത്തിലേക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്ന ജോമോളുടെ ഈ സമർപ്പണം. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ജെസ്സി എന്ന ഒരു അമ്മയുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ജെസ്സി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വേലൂർ എന്ന സ്ഥലത്ത് സെൻറ്റ് സേവിയേഴ്സ് ഇടവകാംഗമാണ്. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം, ഞാൻ മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ദൈവിക വെളിപാടുകൾ അതുമല്ലെങ്കിൽ ദൈവപിതാവിൻ്റെ നേരിട്ടുള്ള പഠിപ്പിക്കലുള്ള സാക്ഷ്യങ്ങളാണ് മിക്കവാറും ഞാൻ ജീവവചസ്സുകളിൽ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത്. ഈ അമ്മ 2024 ഒരു ഫെബ്രുവരി മാസം മരിയൻ ഉടമ്പടി എടുക്കാൻ വന്ന ആളാണ്. അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു കുഴൽക്കിണർ അടിക്കേണ്ട ആവശ്യം വന്നു. എന്നാൽ അതിനു മുമ്പ് ആ കാര്യത്തിന് ശ്രമിച്ചിട്ട് അന്ന് നടന്നില്ല. കാരണം വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ തന്നെ വന്ന് ആ പ്രദേശം മുഴുവൻ പരിശോധിച്ചിട്ട് ഇവിടെ അടിവെള്ളം കുറവാണ്, അതുകൊണ്ട് കുഴൽക്കിണർ അടിക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞതാണ്. അങ്ങനെ വാട്ടർ അതോറിറ്റി എഴുതി തള്ളിയൊരു വിഷയമാണ് ഈ മകള് മരിയൻ ഉടമ്പടി എടുത്ത് ദൈവപിതാവിൻ്റെ വലിയ ഇടപെടലിന് ഭരമേൽപ്പിക്കുന്നത്. സാക്ഷ്യം തുടരുന്നത് ഇപ്രകാരമാണ്. 14/2/24 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു 2 മാസം ഞാൻ ഉടമ്പടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടാണ് പോയിരുന്നത്. അങ്ങനെ ഒരു ആസ്തി
സ്വന്തമാക്കി. നിങ്ങൾക്കറിയാവുന്നതുപോലെ മരിയൻ ഉടമ്പടിയുടെ വലിയൊരു വാഗ്ദാനം എന്ന് പറയുന്നത് പ്രസൻസ് ആണ്. അത് ഇപ്രകാരമാണ് വചനത്തിലൂടെ നമുക്ക് വെളിവാക്കപ്പെട്ടിരിക്കുന്നത്: ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അത് പുറപ്പാട് 33:14 തിരുവചനമാണ്. എന്തുകൊണ്ടാണ് ദൈവം മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ വരുന്നത്? അതിന് ഒരു ഫാക്ടറുണ്ട്. അത് പുറപ്പാട് 33:17 തിരുവചനമാണ്. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് നടത്തി തരും. കാരണം എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെ പ്രീതി നേടുമ്പോഴാണ് ഒരു വ്യക്തിയുടെ കൂടെ ഒരു ദൈവിക സാന്നിധ്യം സഞ്ചരിക്കുന്നത്. അഥവാ ആ ദൈവിക സാന്നിധ്യം ഒരു വ്യക്തിക്ക് തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലൂടെ പ്രകടമായി അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ അമ്മ പറയുന്ന പ്രകാരമാണ് മരിയൻ ഉടമ്പടി ഫെബ്രുവരി മാസത്തിൽ എടുത്തതിന് ശേഷം 2 മാസം വൃത്തിയായി ഉടമ്പടി ചെയ്തപ്പോൾ അടിവെള്ളം കുറവാണ് എന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റിക്കാര് എഴുതി തള്ളിയൊരു വിഷയം, അത് ദൈവപിതാവിനെ ഏൽപ്പിക്കുവാൻ വലിയൊരു പ്രചോദനം ഈ മകൾക്ക് ലഭിക്കുകയാണ്. ഒരു ദിവസം മകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വചനഭാഗം മകളുടെ ചിന്തയിലേക്ക് വന്നു. അത് പുറപ്പാട് 17:5 തിരുവചനമാണ്. അവിടെ ദൈവമായ കർത്താവ് മോശയോട് ഇപ്രകാരം പറയുന്നുണ്ട്: ജനം കുടിക്കാൻ വെള്ളമില്ലാതെ പിറുപിറുക്കുമ്പോൾ നീ നദി വിഭജിക്കാൻ ഉപയോഗിച്ച ആ വടി കയ്യിലെടുക്കുക എന്ന്. തുടർന്ന് വചനം സുന്ദരമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്: നീ ഇങ്ങനെ വടിയെടുത്ത് ഈ മലമുകളിൽ അടിക്കാൻ പോകുമ്പോൾ ഹൊറേബിലെ മലയിൽ ഞാൻ തന്നെ കയറി നിൽക്കും. നിന്റെ മുമ്പിൽ ഒരു സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഞാൻ തന്നെ നിൽക്കും. ഇപ്രകാരം സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഹൊറേബിലെ മലയിൽ ദൈവമായ കർത്താവ് നിൽക്കുന്നത് കൊണ്ടാണ് മോശ വടിയെടുത്ത് അടിക്കുമ്പോൾ അവിടെ നിന്ന് ജലം പുറപ്പെടുന്നു. ഇവിടെ 2 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഒരു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ പഴയ കാലത്ത് ഇതേപോലുള്ള വിഷമസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത് ദൈവപിതാവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ വൻ കൃപകളെ നമ്മൾ ഓർത്തെടുക്കണം. അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി കൊണ്ടുവരണം. രണ്ടാമതായിട്ട് വചനം നമുക്ക് തരുന്ന ഒരു താക്കീതാണ്: ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിന് ഉറപ്പുവരുത്താനാണ് ഈ അമ്മ ഉടമ്പടി നിബന്ധനകൾ വൃത്തിയായി വെള്ളം ചേർക്കാതെ പാലിച്ച് വരുന്നത്. ഇപ്രകാരം മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിച്ച് ദൈവത്തെ കൂടെ നിർത്തിയിരിക്കുന്നത് കാരണം ഈ അമ്മയ്ക്ക് വചനം ലഭിക്കുന്നത് പുറപ്പാട് 17 അതായത് വടി കയ്യിലെടുക്കുക. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 17-ാം അധ്യായത്തിലെ മോശ ഇസ്രായേൽ ജനതയെ നയിക്കുന്ന സമയത്ത് വെള്ളം കിട്ടാതെ അവരെ ഇത്തിരി ബഹളം വെച്ചു. മോശയോട് വഴക്കായി. മോശ കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞത്: ഞാൻ ഹോറേബ് മലയിൽ നിൽക്കും. നീ മോശയോട് നദിയിലടിക്കാൻ ഉപയോഗിച്ച വടിയും കൊണ്ടുവന്ന് നീ മലയിൽ പാറമേൽ 2 പ്രാവശ്യം അടിക്കുക. മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം പ്രയോഗിക്കാൻ ഒരുപാട് വടികൾ, അതുമല്ലെങ്കിൽ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ നമുക്കുണ്ട്. അതിൽ ഈ മകൾ ഉപയോഗിക്കുന്ന വിശ്വാസ പ്രയോഗ നേർച്ച വസ്തു എന്നുള്ളത് ഉടമ്പടി ഉപ്പാണ്. ഒരു ചൊവ്വാഴ്ച ദിവസം അവിടെ കുഴൽക്കിണർ കുത്താൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങൾക്ക് അറിയാവുന്നതുപോലെ മരിയൻ ഉടമ്പടി ധ്യാനം നടക്കുന്ന ഒരു വലിയ ദിവസമാണ്. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാവരോടും ഇവിടെ നിന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ആ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കണം, ഷെയർ ചെയ്യണമെന്നൊക്കെ. അതിൻ്റെ കാരണം ദൈവമായ കർത്താവ് കൃപാസനത്തിൻ്റെ മുകളിൽ നിന്ന് ദൈവത്തോട് സംസാരിച്ച് ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടുന്ന വലിയൊരു സമയമാണ് ഈ ഓരോ മരിയൻ ഉടമ്പടി ആരാധനാ സമയവും. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ടുള്ള അങ്ങനെ ഒരു നിർദ്ദേശം നമുക്ക് തന്നിരിക്കുന്നത്.
ഇപ്രകാരം മരിയൻ ഉടമ്പടി ധ്യാനമൊക്കെ കൂടി ഈ കുഴൽ കിണറിന് സമീപം നിന്ന് മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ജലം ഉയർന്നു വരുന്നതായിട്ട് ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിച്ച് മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ച് കുഴലിൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഉടനെ ഈ ഒപ്പെടുത്ത് ഓടി ചെന്നു ഒപ്പെടുത്ത് ഞാൻ കുഴലിലേക്ക് ഇടട്ടേയും ചോദിച്ചു പണിക്കാരോട്. അപ്പോൾ അവർ പറഞ്ഞു ആ കുഴലിലേക്ക് എന്നെ ഇട്ടോളാൻ. ഞാൻ ആ ഉപ്പ് കുഴലിൽ ഇട്ടതും ഉടനെ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ആ 2-3 പിള്ളേരാണ്, അവർ ഞെട്ടി, ഞാനും ഞെട്ടി. അത് കഴിഞ്ഞ് ആ ശബ്ദത്തോട് കൂടിയിട്ട് ഒരു ഫൗണ്ടൻ പ്രവർത്തിക്കണ പോലെ ചുറ്റും വെള്ളം അങ്ങോട്ട് ഉയരത്തിൽ, ഒരു പൈപ്പ് എന്ന് പറഞ്ഞ പോലെയല്ല, ഒരു നല്ല വലിയ ഫൗണ്ടൻ വർക്ക് ചെയ്യണ പോലെ വെള്ളം അങ്ങോട്ട് ഇഷ്ടപ്രകാരം വെള്ളം മുകളിലേക്ക് വന്ന് അത് വലിയൊരു ദൈവിക സാന്നിധ്യത്തിന്റെ അടയാളമാണെന്ന് ഈ മകൾ പൊടുന്നനെ തിരിച്ചറിയുകയാണ്. ഏശയ്യാ 45:2 തിരുവചനം അനുസരിച്ച്, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ദൈവിക സാന്നിധ്യം മുമ്പേ പോകുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൊറേബിലെ അടിക്കാൻ പോകുന്ന മലമുകളുടെ മുമ്പിൽ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ആ ഒരു അനുഭവം ഈ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ അമ്മ ചെയ്ത പ്രകാരം വെള്ളം ഉയരുന്നൊരു ശബ്ദം കേട്ട മാത്രയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മരിയൻ ഉടമ്പടി ഉപ്പ് എടുത്ത് ഈ കുഴൽ കിണറിൻ്റെ തൊട്ടടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കിണർ കുത്തുന്നവർ പറഞ്ഞു, അമ്മ ഇത് അകത്തോട്ടിട്ടോളാൻ പറഞ്ഞു. അകത്തോട്ട് ഇട്ട മാത്രയിൽ പൊടുന്നനെ ഒരു പാറ പൊട്ടുന്നത് പോലുള്ള ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. എപ്രകാരമാണ് ഒരു ഫൗണ്ടെയിനിൽ നിന്ന് വെള്ളം പൊങ്ങിച്ചാടുന്നത്, അപ്രകാരം അവിടെ നിന്ന് വെള്ളം ധാരയായി ഒരു ഫൗണ്ടെയിൻ കണക്കെ ഒഴുകാൻ തുടങ്ങി എന്നാണ് അമ്മ ശക്തമായ വിശ്വാസ സാക്ഷ്യവുമായി അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് വചനങ്ങൾ പഴയ നിയമത്തിലെ എൻ്റെ മനസ്സിലൂടെ ഓടി വന്നു. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. പുറപ്പാട് 33, 14, 17 തിരുവചനങ്ങൾ. ദൈവം കൂടെ വരാൻ, കൂടെ നിന്ന് നമ്മളെ വിജയത്തിലെത്തിക്കാൻ നമ്മൾ ആദ്യം തന്നെ നേടിയെടുക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രീതി തന്നെയാണ്. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും നിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിനക്ക് ചെയ്തു തരാം, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഈ ഒരു സമർപ്പണ ജീവിതവുമായിട്ട് സംബന്ധിച്ച് അഭിമന്യ പിതാവ് ഏറ്റവും അടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന ചില ദിവസങ്ങളായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ദൈവപിതാവ് തോന്നിച്ചു പ്രകാരം, അതായത് ഡിസംബർ 7 എൻ്റെ ഈ ഒരു സമ്പൂർണ്ണ കന്യാത്ത സമർപ്പണ പ്രതിഷ്ഠാപന കർമ്മം ആലപ്പുഴ രൂപതയിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ഒരു ദിവസം പ്രാർത്ഥനാ മധ്യേ ദൈവപിതാവ് എന്നോട് പറഞ്ഞു, ജോമോളെ നവംബർ 21 നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് നോട്ട് ചെയ്തു. നവംബർ 21 ദൈവമാതാവിൻ്റെ സമർപ്പണ തിരുനാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കെ എൻ്റെ ആത്മീയ പിതാവായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ മുറിയിൽ കയറുമ്പോൾ അച്ഛനും ഇത് എന്നോട് പറഞ്ഞു, ജോമോളെ ഡിസംബർ 7 നമ്മുടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന ദിവസമാണ്, പക്ഷേ ഇത് നേരത്തെ ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സന്ദേശമാണ് ദൈവപിതാവ് നൽകിയത്. പിന്നീട് ഞങ്ങൾ ഈ തീരുമാനം അഭിമന്യ ആലപ്പുഴ രൂപത അധ്യക്ഷനെ ഉടനെ തന്നെ അറിയിച്ചു. പിതാവ് അതിന് സമ്മതം മൂളി. പിന്നീടാണ് അറിയുന്നത്, നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഇപ്പം അറിഞ്ഞു കാണും, അതായത് ഞങ്ങളുടെ പിതാവ് തന്നെയാണ് കൊച്ചി രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി സേവനം അനുഷ്ഠിക്കുന്നത്, ചുമതലകൾ നിർവഹിച്ചു പോരുന്നത്. അപ്പോൾ നമ്മുടെ കൊച്ചി രൂപതയിലെ പുതിയ മെത്രാൻ്റെ സ്ഥാനാരോഹണ കർമ്മം നടക്കുന്നത്, അതായത് മെത്രാൻ പദവിയിലോട്ട് ഉയർത്തപ്പെടുന്ന ആ ഒരു വലിയ ശുശ്രൂഷ നടക്കുന്നത് ഡിസംബർ 7 തീർച്ചയായിട്ടും ഞങ്ങളുടെ ആലപ്പുഴ രൂപത അധ്യക്ഷനാണ് അവിടുത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് കൊണ്ട് തന്നെ പിതാവ് ആ ദിവസം അവൈലബിൾ ആയിരിക്കില്ല. അപ്പം ഈ ഒരു സന്ദേശം ദൈവപിതാവ് മുൻകൂട്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു
സമ്പൂർണ്ണ കന്യാത്ത സമർപ്പണത്തിലേക്കുള്ള സഭയുടെ ഔദ്യോഗിക പ്രതിഷ്ഠാപന പ്രാർത്ഥനയും അതിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളും നവംബർ 21 നടത്തപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രകാരമാണ്, അതായത് ദൈവത്തിൻ്റെ പ്രീതി നമ്മൾ സ്വന്തമാക്കിയാൽ ദൈവം മുൻകൂട്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഈ ഒരു വിഷയം ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ 7 എന്നുള്ളത് വീണ്ടും നീണ്ടുപോകും. തീർച്ചയായിട്ടും പിന്നീട് വരുന്നത് ഡിസംബർ 8 അമലോത്ഭവ തിരുനാളുണ്ട് മാതാവിൻ്റെ. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു നവംബർ 21 പരിശുദ്ധ ദൈവമാതാവിൻ്റെ സമർപ്പണത്തിൻ്റെ ദിവസം തന്നെ ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കന്യാത്ത സമർപ്പണ ജീവിതത്തിലേക്ക്, കോൺസെക്രേറ്റഡ് വെർജിൻ എന്ന പദവിയിലേക്ക് ഈ മരിയൻ സമർപ്പണ ദിനം തന്നെ ഞാൻ ഉയർത്തപ്പെടണം എന്നുള്ളത് സ്വർഗത്തിൻ്റെ ഒരു വലിയ തീരുമാനമായിരുന്നു. അതിന് ഞാൻ ഒരുപാട് ദൈവപിതാവിന് നന്ദി പറയുന്നു. നിങ്ങൾ എന്നെ ഈ പുതിയൊരു വേഷത്തിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്കതിൻ്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊരു ദൈവപിതാവിൻ്റെ വലിയൊരു കരുണയും കരുതലുമാണ്. കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ 2012 എൻ്റെ ശുശ്രൂഷ ജീവിതം കൃപാസനത്തിൽ ആരംഭിക്കുന്നത്. നീണ്ട 13 കൊല്ലക്കാലം ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ദൈവപിതാവ് ശക്തമായ ഒരു ഉറപ്പ് നൽകിയിരുന്നു. അത് എന്നെ തൊട്ടറിയുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു, 2025 നിൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന വർഷമായിരിക്കും. ഇത് ദൈവപിതാവ് എനിക്ക് നേരത്തെ നൽകിയൊരു സന്ദേശമാണ്. അപ്പോൾ ആ സന്ദേശം തന്നെയാണ് പൂവണിഞ്ഞത്. തക്ക സമയത്ത് ദൈവപിതാവ് എന്നെയും ഉയർത്തിയത്. അതായത് ഒരു സമർപ്പണ ജീവിതത്തിൽ ഒരു കന്യകയായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണ് ഈ ഒരു പ്രതിഷ്ഠാപന പ്രാർത്ഥനയിലൂടെ എനിക്ക് ലഭിച്ചത്. അത് ദൈവപിതാവിൻ്റെ വലിയൊരു കരുണയാണ്. എൻ്റെ യോഗ്യത നോക്കാതെ ദൈവപിതാവും ദൈവമാതാവും കൂടെ നിന്ന് എനിക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ്. ഞാൻ ഇന്നത്തെ സാക്ഷ്യത്തിൽ വിശകലനം ചെയ്തത് ജെസ്സി എന്ന ഈ ഒരു മകളുടെ സാക്ഷ്യമാണ്. അതായത് ഉത്തരം കിട്ടാത്ത ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ വചനത്തിലൂടെ വചനം പറഞ്ഞുകൊണ്ട്, അതായത് പുറപ്പാട് 17 തിരുവചനം എടുത്തുകൊണ്ടാണ് ദൈവപിതാവ് ഈ മകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ വചനം വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന വടി എന്നുള്ളത് ഉടമ്പടി ഉപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പ്രീതി ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം ചെയ്യുന്നതിലൂടെ നേടിയെടുത്ത മകൾ ആ ഉടമ്പടി ഉപ്പുമായി കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനം കൂടി ഉടമ്പടി ഉപ്പ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവപിതാവ് വലിയൊരു അടയാളം കാണിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം പൊന്തി വരികയാണ്. തുടർന്ന് പാറ പൊട്ടി ജലം ഒഴുകുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതേപോലുള്ള വലിയ അനുഭവങ്ങൾ ഉണ്ടാകും. ഒന്ന് മാത്രമേ ഉള്ളൂ, പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ദൈവ പിതാവ് വചനങ്ങൾ കൈമാറുമ്പോൾ, ദൈവിക ഇടപെടലിൻ്റെ വലിയ രഹസ്യങ്ങൾ കൈമാറുമ്പോൾ തൽക്ഷണം തന്നെ ആമേൻ പറയുവാൻ, തൽക്ഷണം തന്നെ വചനത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ശക്തനായവൻ്റെ വലിയ കാര്യങ്ങൾ ദൈവപിതാവിന് ചെയ്യാൻ കഴിയും. അതിനാണ് നമുക്ക് ഈ മരിയൻ ഉടമ്പടി നിബന്ധനകളൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മളെ തന്നെ എളിമപ്പെടുത്തി കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറപ്പാട് 33:17 അനുസരിച്ച് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ചെയ്തു തരണമെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം അത് നമുക്ക് നടത്തി തരണമെന്ന് നമ്മൾ ദൈവത്തിൻ്റെ പ്രീതി സ്വന്തമാക്കണം. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതത്തിലെ കീറാമുട്ടിയായ ഓരോ വിഷയങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ മരിയൻ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിബന്ധനകൾ, അത് വെള്ളം ചേർക്കാതെ കൂടുതൽ വിശ്വസ്തയോടെ ദൈവസ്നേഹത്തോടെ ചെയ്യുന്നത് വഴി ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിച്ച് എത്രയും വേഗം വലിയ ദൈവിക ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷികളായി തക്ക സമയത്ത് ഉയർത്തപ്പെടുവാൻ ദൈവപിതാവേ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആവേ മരിയ. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ
എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് ആദ്യമായി തന്നെ ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന. ഞാൻ തലലപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മമ്മിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 മെയ് 17 എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിനായിട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, OET പഠിക്കണോ ജർമ്മൻ കോഴ്സ് എടുത്ത് പഠിക്കണോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഒരു ഇടവക ധ്യാനത്തിൽ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു, ജർമ്മൻ പഠിച്ചാൽ മതി. കാരണം OET ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, ഞാൻ 2 കൊല്ലം മുന്നേ ഞാൻ സൗദിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2023 ഡിസംബറിലാണ് ഞാൻ റിസൈൻ ചെയ്ത് വന്നത്. അവിടെ വെച്ച് ഞാൻ ജർമ്മൻ ഒന്ന് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ചേർന്നു. പക്ഷേ എനിക്കത് പൂർത്തിയാകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജർമ്മൻ പഠിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ മെയ് 17 വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തു. A1 A2 കഴിഞ്ഞു. അതൊന്നും എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് B1 ഒക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി. ആ സമയത്ത് എനിക്ക് തലവേദനയും ഭയങ്കര നടുവേദനയൊക്കെ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ഞാൻ അത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് മാറിക്കിട്ടി. അങ്ങനെ ഞാൻ B2 എത്തി. B2 പക്ഷേ എനിക്ക് ഓഫ്ലൈൻ കോഴ്സായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷേ ഓഫ്ലൈൻ കോഴ്സ് എനിക്ക് B2 1 മാസത്തോളം പോകാതെ ഇരിക്കേണ്ടി വന്നു, പപ്പയ്ക്ക് സുഖമില്ലാതിരുന്നതുകൊണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ഞാൻ പ്രിപ്പറേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ B2 എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ 2 ഡേറ്റ് എടുത്തിരുന്നു. അത് 2 മൊഡ്യൂൾ വീതമാണ് ഞാൻ ഡൽഹിയിൽ ഡേറ്റ് എടുത്തത്. ആദ്യത്തെ 2 മൊഡ്യൂൾ എനിക്ക് റീഡിങ്ങും ലിസണിങ്ങുമായിരുന്നു. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകുവാൻ സാധിച്ചു. രണ്ടാമത്തെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളായതുകൊണ്ട് ഞാൻ ഹോൾ ടിക്കറ്റ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതാൻ പോയി. ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചാണ് ഞാൻ പോയത്. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അവസാനത്തെ 2 മൊഡ്യൂൾ എനിക്ക് കിട്ടിയില്ല. അന്ന് തന്നെ ആ റിസൾട്ട് വരുന്ന അന്ന് തന്നെ ഞാൻ ഓൾറെഡി സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് ഫെയിലാകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു സ്ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചു, പല ഏജൻറ്റുമാർക്കും കൊടുത്തു. അപ്പോൾ ഞാൻ കൽക്കട്ടയാണ് പിന്നെ എഴുതാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന സെൻറ്റർ. പക്ഷേ എനിക്ക് കൽക്കട്ടയിൽ എനിക്ക് സ്ലോട്ട് കിട്ടിയിരുന്നില്ല. പിന്നെ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എന്നോട് ഒരു ഏജൻറ്റ് വിളിച്ചു പറയുകയാണ്, മലേഷ്യയിൽ സ്ലോട്ട് ഉണ്ട്, എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പൈസ ഒന്നും നോക്കാണ്ട് ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ കൊണ്ടുപോയി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. തൈലം തൂത്ത് ഞാൻ എക്സാമിന് കയറി. എനിക്ക് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്. സ്പീക്കിങ് ടോപ്പിക് എളുപ്പമായിരുന്നെങ്കിലും എനിക്ക് വിചാരിച്ച പോലെ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഞാൻ റൈറ്റിങ്ങും എനിക്ക് ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. ഞാൻ എല്ലാം എഴുതിയെന്ന് വിചാരിച്ചിരുന്നു. ഞാനപ്പോൾ വിചാരിച്ചു റൈറ്റിങ്ങിന് ജയിക്കുമായിരിക്കും. സ്പീക്കിംഗ് എനിക്ക് വിചാരിച്ച പോലെ എനിക്ക് പറയാൻ സാധിച്ചില്ല. അപ്പം സ്പീക്കിംഗ് ഞാൻ ഫെയിലാകുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല. റിസൾട്ട് വന്നപ്പോൾ നേരെ മറിച്ചാണ് സംഭവിച്ചത്. സ്പീക്കിംഗ് ഞാൻ പാസ്സായി, റൈറ്റിംഗ് എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. അങ്ങനെ വീണ്ടും ഞാൻ അവിടെ തന്നെ മലേഷ്യയിൽ തന്നെ ഒരു സ്ലോട്ടും കൂടി എടുത്തു. അത് മാതാവ് അനുഗ്രഹിച്ച് നൽകിയ സ്ലോട്ടായിരുന്നു. അങ്ങനെ ഞാൻ റൈറ്റിങ്ങിന് അവിടെ വീണ്ടും പോയി എഴുതി. ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അതിനു മുന്നേ ഞാൻ 3ാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, 4ാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ എല്ലാ മൊഡ്യൂളും ക്ലിയർ ആകണമെന്നത്. അങ്ങനെ എന്നെ മാതാവ് അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ B2 എക്സാമിൻ്റെ സമയത്താണ് എനിക്ക് ജോബ് ഇൻ്റർവ്യൂ വന്നത്. അതിന് മുന്നേ 2 മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് 2ഉം ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ ലൂക്കായുടെ സുവിശേഷം 12ാം അധ്യായം 12ാമത്തെ തിരുവചനം, അതായത് പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നിങ്ങളെ പഠിപ്പിക്കും എന്നൊരു തിരുവചനമായിരുന്നു. അത് ഉരുവിട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മോക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ കയറി. എനിക്ക് ജോബ് ഇൻ്റർവ്യൂ മാർച്ച് 25-നായിരുന്നു.
ആ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ B2ൻ്റെ എക്സാമും. B2ൻ്റെ എക്സാം എഴുതിയതിന് ശേഷം 2 ദിവസത്തെ ഗ്യാപ്പിലാണ് ഞാൻ ഫൈനൽ ഇൻ്റർവ്യൂ ഞാൻ മാർച്ചിൽ പോയി അറ്റൻഡ് ചെയ്യുന്നത്. ഡൽഹിയിലായിരുന്നു, ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ക്ലയൻസ് വന്നിട്ട് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു അവസരമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഞാൻ ഇൻ്റർവ്യൂവിനിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂവിന് എന്നോട് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്തു. അവർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് സെലക്റ്റായി. പിന്നെ ഞാൻ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്കൊരു ഏജൻസി കോണ്ടാക്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി അവർക്ക് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളവർക്കും എനിക്കും എല്ലാം സെയിം ആയിട്ടാണ് പേപ്പറുകളെല്ലാം എനിക്ക് അയച്ച് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ജൂലൈ ആയപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നൊരു പേപ്പർ ബാക്കി എല്ലാവർക്കും, എൻ്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടി, പക്ഷേ എനിക്ക് മാത്രം വന്നിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്താണ് തടസ്സം, എനിക്കത് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് വരുവാണ് ഏജൻസിയിൽ നിന്ന്, ഒരു ഡോക്യുമെൻ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ അവർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു കൊടുത്തു. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് മുന്നോട്ട് പോയി. ആ സമയത്ത് തന്നെ ഞാൻ ജൂലൈ 31 ഞാൻ ഈ ബഷേഡ് എന്ന് പറഞ്ഞ ഈ പേപ്പർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ആ സമയത്ത് എനിക്ക് ഓൾറെഡി ആ സെയിം ഡേറ്റ് തന്നെ എനിക്ക് ഇഷ്യൂ ചെയ്തായിരുന്നു. പക്ഷേ അതെൻ്റെ ഫോണിലേക്ക് വന്നത് ആഗസ്റ്റ് 12 അത് കഴിഞ്ഞ് എനിക്ക് PCC എടുത്തു. പിന്നെ പ്രീ അപ്രൂവൽ വിസയ്ക്ക് വെച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിസ പ്രോസസ്സിംഗ് ആണ്. ഇപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒത്തിരി കടമ്പ അടക്കണം. കാരണം ഇപ്പോൾ ഭയങ്കര പാടാണ് കിട്ടാനായിട്ട്. പലരും ഒത്തിരി പൈസയൊക്കെ മുടക്കിയാണ്, ബ്ലാക്കിലാണ് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഏജൻസിയിൽ നിന്ന് തന്നെ ഒരു പൈസ പോലും മുടക്കാതെ തന്നെ എനിക്ക് വിസ സ്ലോട്ട് ലഭിച്ചു. ബാംഗ്ലൂരായിരുന്നു, ഒക്ടോബർ 1 അങ്ങനെ ഞാൻ വിസയ്ക്ക് പോയി എല്ലാം സബ്മിറ്റ് ചെയ്തു. എനിക്ക് ഫാസ്റ്റ് ട്രാക്ക് വിസ അപ്പോയിൻമെൻ്റ് ആണ് കിട്ടിയത്. സാധാരണ ഫാസ്റ്റ് ട്രാക്ക് വിസ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും മാക്സിമം 8 ദിവസത്തിനുള്ളിൽ വരേണ്ടതാണ്. പക്ഷേ എൻ്റെ 1 മാസമായിട്ടും വന്നിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ മാതാവിൻ്റെ റാലിയിൽ പങ്കെടുത്തു. ഞാൻ നിയോഗം വെച്ച് ഞാൻ എൻ്റെ പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ അതുമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡേറ്റും കൂടി ഇട്ട് പ്രാർത്ഥിച്ചു, ഒക്ടോബർ 31. ഒക്ടോബർ 31 രാവിലെ 10:25 എനിക്ക് മാതാവ് ഒരു പോസിറ്റീവ് റിപ്ലൈ തന്നു, എൻ്റെ വിസ ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ്. അങ്ങനെ എനിക്ക് 2-3 ദിവസത്തിന് ശേഷം എൻ്റെ വിസ വന്നു. ആ വിസ വരുന്ന ദിവസം അന്ന് രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, ഉച്ചയ്ക്ക് 12 മണി മുതൽ 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം സാധിച്ചു കിട്ടുമെന്ന്. എനിക്ക് 12:40 എനിക്ക് കൊറിയർ സർവീസിൽ നിന്ന് വിളി വന്നു. ഞാൻ ആ സമയത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വിസ കളക്ട് ചെയ്തു. അപ്പം വിസ ഞാൻ എൻ്റെ ഏജൻസിക്ക് അയച്ചു കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് പോകാൻ സാധിക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു 2 പേരുടെയും കൂടി വിസ വരാനുണ്ട്, നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ എൻ്റെ കൂടെയുള്ള 2 പേരുടെയും വിസ വന്നു. ഇന്നലെ എനിക്ക് ഏജൻസിയിൽ നിന്ന് മെസ്സേജ് അയച്ചു, ഈ ചൊവ്വാഴ്ച 24-ാം തീയതി കയറിപ്പോകാൻ ഫ്ലൈറ്റിന് എടുക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ആഴ്ച പോവുകയാണ്. അതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ അടുത്ത സാക്ഷ്യം, ഞാനും എൻ്റെ മദറിലോയും എൻ്റെ സിസ്റ്ററിലോയും അവരുടെ ഫാമിലിയും ഒരു ദിവസം ഞങ്ങൾ എറണാകുളത്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ ഡ്രൈവറെ വിളിച്ചാണ്, ഞങ്ങൾ കാറിനാണ് പോയത്. കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും വണ്ടിയിൽ നിന്ന് ഭയങ്കര സൗണ്ടും ഭയങ്കര പുകയും ആയിട്ട് വണ്ടി ഭയങ്കര ഇതായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പേടിച്ചു പോയി. അപ്പം ഞങ്ങൾ ഡ്രൈവറോട് പറഞ്ഞു, അടുത്തൊരു വർക്ക്ഷോപ്പിൽ ചെന്ന് ചെക്ക് ചെയ്യാം, വണ്ടി നമുക്ക് ഏറ്റവും അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്യാമെന്ന്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ വണ്ടി കറക്റ്റായിട്ട് നിന്നുപോയി. അത് ഞങ്ങൾ അവിടുത്തെ ആൾക്കാരെ വിളിച്ച് കയറ്റി. അപ്പോൾ അത് ഗിയർ ബോക്സ് കത്തിയതായിരുന്നു. വലിയൊരു അപകടത്തിൽ നിന്നാണ് ഞങ്ങളെ രക്ഷിച്ചത്.
അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വീക്കിലി ഒരു ദിവസം ഞാൻ അവിടുത്തെ ശുശ്രൂഷകളെല്ലാം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ രോഗികൾക്കായിട്ടും വീട് പണിയാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന 1% ഞാൻ അവർക്ക് ഷെയർ ചെയ്യും. പിന്നെ പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പിലും, പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹോസ്റ്റലുകളിൽ ജർമ്മൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ ബോംബെയിൽ ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ ഞാൻ വിതരണം ചെയ്തിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ദൈവപിതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഞാൻ ജർമ്മനിയിൽ പോയാലും എനിക്ക് ഉടമ്പടിയിൽ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ജീന ജോർജിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. അയോഗ്യതകളിലെല്ലാം കൃപ നിറയ്ക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെക്കുറിച്ചുള്ള ഈ സാക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ എത്ര തന്നെ സങ്കടങ്ങളിലൂടെ കടന്നുപോയാലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് ഉടമ്പടി എന്ന ഉടൻ പരിഹാരം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പദ്ധതിയെക്കുറിച്ച് നാം കൂടുതൽ മനസ്സിലാക്കുന്നതാണ്. OET വേണോ അതോ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമോ എന്നുള്ള തീരുമാനം ഈശോയോട് ചോദിച്ചുകൊണ്ടാണ് ഒരു വലിയ സങ്കടത്തിൽ നിന്ന് വിമുക്തി നേടുന്നത്. എല്ലാ പരീക്ഷണങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ശേഷം ഈ മകൾക്ക് ലഭിക്കുന്നത് ഒരു വലിയ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നൽകുന്ന ഒരു വലിയ സമ്മാനമാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ ജോബ് ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള ഒരു വലിയ കൃപയാണ് ഈ മകൾക്ക് ലഭിച്ചത്. നമുക്ക് മനസ്സിലാകാത്ത, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത, വിസ്മയിപ്പിക്കുന്ന വലിയ അത്ഭുതങ്ങളാണ് ഈ അൾത്താരയിൽ ഇന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈശോ വളരെ സന്തോഷവാനാണ്. കാരണം നമുക്കറിയാം, നാം വചനത്തിൽ വായിച്ചെടുക്കുന്നത് പോലെ ഇതെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിന് നിന്നെ കൊണ്ട് എന്തുപകാരം എന്നുള്ളൊരു ചോദ്യത്തിന് നാം ഉത്തരം നൽകുന്ന നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലൂടെയും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയുമാണ്. നാം എന്തുമാത്രം ഈശോയെ കൈമാറി എന്നുള്ളതാണ് ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലും നാം ഏറ്റുപറയുന്നത്. ഈശോ എനിക്ക് എപ്പോഴും അനുഗ്രഹം നൽകിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഞാൻ ഈശോയ്ക്ക് എന്ത് തിരിച്ചു നൽകി? ചെറിയവരിൽ ഒരുവൽ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് ഈശോ നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. ഈശോയ്ക്ക് ദാഹിക്കുമ്പോഴും നഗ്നനാകുമ്പോഴും പരദേശവാസിയായിരുന്നപ്പോഴെല്ലാം ഞാൻ ഈശോയ്ക്ക് വേണ്ടി എത്ര സ്റ്റെപ്പാണ് മുന്നിലേക്ക് വെച്ചത് എന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഉടമ്പടി എന്ന ജീവിതത്തിൻ്റെ പ്രത്യുത്തരം. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ അപകടങ്ങളിലും എല്ലാ അസ്വസ്ഥതകളിലും പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ നിൽക്കുന്ന ഓരോ അനുഭവവും ജീനയ്ക്കുണ്ടായിട്ടുണ്ട്. അവർ വാഹനത്തിൽ ഇൻലോസിനോടുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ഒരു കരിഞ്ഞ മണത്തെക്കുറിച്ച് മകളോട് പ്രസ്താവിക്കുകയുണ്ടായി. അവരുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് കത്തിയെരിഞ്ഞ് മനുഷ്യരെല്ലാവരും വാഹനത്തോടക്കം കത്തിയെരിയേണ്ട അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ അവർക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടായി. അവരുടെ നേർച്ച വസ്തുക്കളുടെ സാമീപ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവർക്ക് ലഭിച്ചതുകൊണ്ട് ആ വാഹനത്തെ പെട്ടെന്ന് നിർത്തുവാനും ഒരു വലിയ അപകടത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാനും സാധിച്ചു. കാരണം സാത്താൻ നമുക്ക് എപ്പോഴും എതിരിട്ട് നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നത് സാത്താൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന നമുക്ക് പരീക്ഷണങ്ങൾ ഉറപ്പാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വിജയിക്കുവാനുള്ള വഴിയും സത്യവും ജീവനുമായ ഈശോ മാത്രമാണ്. ഈശോ പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുന്നത് നിത്യജീവനായ ഈശോയിലേക്കാണ്. നമുക്ക് നിത്യതയിലേക്ക് നടന്നെടുക്കാം. ജീനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം.